സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സൂംബ ഡാൻസ് ഉൾപ്പെടുത്തുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം മുസ്ലിം സംഘടനകൾ ഗൂഢനീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്ത രംഗത്തെത്തി. സൂംബയിൽ എന്താണ് തെറ്റെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതികരണം. ആൺപെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല പൊതുവിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്നതെന്നായിരുന്നു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് വിവാദമായതിനു പിന്നാലെയാണ് കൂടുതൽ സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയത്. സർക്കാരിന് ഗൂഢലക്ഷ്യമെന്ന് സമസ്ത. ഇത് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജനറൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയുള്ള ഒരു പ്രക്രിയ നമ്മുടെ യുവസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സ്കൂളുകളിൽ സൂംബ ഉൾപ്പെടുത്തുന്നതിനെതിരെ MSF യൂത്ത് ലീഗ് സംഘടനകളും രംഗത്തെത്തി. സൂംബയിൽ എന്താണ് തെറ്റെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം. സൂംബ ഉൾപ്പെടുത്തുന്നതിനെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനും RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാറും. അത്തരം കുഞ്ഞുങ്ങളുടെ ഒന്നും മനസ്സിൽ ഒരു കളങ്കവും ഇല്ല. അതുകൊണ്ട് ആണും പെണ്ണും കൂടി ഒരുമിച്ച് നൃത്തം ചെയ്തു എന്ന് വിചാരിച്ചോ, കലാപരിപാടി പങ്കെടുത്തു, നാടകത്തിൽ അഭിനയിച്ചു വിചാരിച്ചോ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ, അവരൊരുമിച്ച് പഠിക്കുന്നവരല്ലേ, ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ, അവർ തമ്മിൽ എന്താ ഒരുമിച്ച് ഡാൻസ് ചെയ്ത് എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണത്. സൂംബ ഉൾപ്പെടുത്തുന്നതിനെതിരെ സർക്കാരിനെ സമീപിക്കാനാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം. 24 കോഴിക്കോട്.